ഓക്കെ, എല്ലാവർക്കും ചലഞ്ചർ ആപ്പിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ നമുക്ക് BNSS തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ, BNSS. അപ്പൊ BNSSന്റെ ഒരു പാർട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പൊ അന്ന് നമ്മൾ 34ാമത്തെ സെക്ഷൻ വരെ പഠിച്ചു അല്ലെ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്നത് 35ാമത്തെ സെക്ഷൻ മുതൽ ഇന്ന് പഠിക്കുകയാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എടുക്കുന്നത് 35ാമത്തെ സെക്ഷൻ മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചാപ്റ്റർ 5 അല്ലെ, അറസ്റ്റ് ഓഫ് പേഴ്സൺസ് എന്നാണ്. അതായത് ആളുകളെ അറസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ്. നന്നായിട്ട് മനസ്സിലാക്കണം കേട്ടോ. കുറച്ച് സമയം എടുത്ത് പഠിക്കുന്ന ഒരു പോർഷൻ ആണ്. നന്നായിട്ട് മനസ്സിലായി വളരെ എളുപ്പമാണ് കേട്ടോ. ശരി, അപ്പൊ നമുക്ക് ഫസ്റ്റ് പോർഷനിലേക്ക് പോവാം. ഓക്കെ, പോലീസിനെ എപ്പോൾ വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാം? സ്റ്റേറ്റ്മെന്റ് നല്ലവണ്ണം ശ്രദ്ധിക്കുക, മനസ്സിലാക്കി പഠിക്കണം. പോലീസിന് എപ്പോൾ വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാം എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 35. ഓക്കെ, അതിനകത്ത് ആദ്യം 35-നകത്ത് തന്നെ 35 1 ഉണ്ട്, 35-ൽ 2 ഉണ്ട്. ഞാൻ അതൊന്ന് കാണിച്ചു തരാം, എന്നിട്ട് നിങ്ങൾക്ക് ആദ്യം വരാം. ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ പിന്നെ മനസ്സിലാവില്ല കേട്ടോ. 35-ലെ 1 കണ്ടോ, 35-ലെ 1 കണ്ടോ, മനസ്സിലാക്കി പോണേ. ഇതോ കണ്ടോ? ഇനി ഞാൻ കാണിച്ചു തന്നിട്ട് തിരിച്ചു വരാം. ഇതെല്ലാം സബ്സെക്ഷൻസ് ആണ് കേട്ടോ. ഇതൊന്നും കണ്ട് പേടിക്കണ്ടേ, ഇതൊന്നും കണ്ട് നിങ്ങൾ ഭയപ്പെടണ്ട. ഇതാണ് അടുത്ത് നമ്മൾ വരുന്നത്. 35-ൽ 2, പിന്നെ 35-ൽ 3, പിന്നെ 35-ൽ 4, പിന്നെ 35-ൽ 5, പിന്നെ 35-ൽ 6, പിന്നെ ലാസ്റ്റ് 35-ൽ 7 എന്നാണ്. ഇതുവരെയാണ് നമുക്ക് ഈ 35ാമത്തെ സെക്ഷൻ വരുന്നത്. അപ്പൊ 35-നകത്ത് 7 സബ് ക്ലോസസ് പഠിക്കേണ്ടി വരും. ഓക്കെ ആണോ? ഇനി നമുക്ക് തിരിച്ചങ്ങോട്ടേക്ക് പോവാം. ഇനി എന്തിന് ഇത്രയും സെക്ഷൻസ് കിടക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനകത്ത് 1ാമത്തെ സബ്സെക്ഷനകത്താണ് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത്. അപ്പൊ 35-നകത്ത് 2, 3 ഒക്കെ നിങ്ങൾ കണ്ടല്ലോ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കൺഫ്യൂഷൻ ആകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. 1 എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. 35(1) പ്രകാരം ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന് മജിസ്ട്രേറ്റിൽ നിന്നുള്ള ഉത്തരവ് കൂടാതെയും വാറണ്ട് കൂടാതെയും ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന സന്ദർഭങ്ങൾ എന്ത്? അപ്പൊ നമ്മളെ ഹെഡിങ് എന്ന് പറഞ്ഞാൽ പോലീസിനെ എപ്പോഴൊക്കെ വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാം. അതിനകത്ത് 1ാമത്തെ പോയിന്റ്, ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന് മജിസ്ട്രേറ്റിൽ നിന്നുള്ള ഉത്തരവ് കൂടാതെയും വാറണ്ട് കൂടാതെയും ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന സന്ദർഭങ്ങൾ. അതിനകത്ത് ABCDEFGHIJ വരെ ഉണ്ട്. അപ്പൊ 1ാമത്തെ സബ്സെക്ഷനകത്ത് J വരെയുള്ള വീണ്ടും സബ്സെക്ഷൻസ് ഉണ്ട്. അതാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. A, ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ ഒരാൾ ഒരു കോഗ്നൈസബിൾ കുറ്റം ചെയ്താൽ. അപ്പോ ഇതിന്റെ ആൻസർ എന്താണ്? ഒരാൾക്ക് എപ്പോൾ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ കൺമുന്നിൽ വെച്ച് എന്ത് ചെയ്താൽ? ഒരു കോഗ്നൈസബിൾ കുറ്റം ചെയ്താൽ. ഇനി അതിലെ B എന്ന് പറഞ്ഞാൽ കണ്ടോ, താഴെ പറയുന്ന നിബന്ധനകൾ, അതായത് പരാതിയുടെയും വിവരത്തിന്റെയും സംശയത്തിന്റെയും അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള ആൾ കുറ്റം ചെയ്തെന്ന് വിശ്വസിക്കാൻ പോലീസ് ഓഫീസർക്ക് കാരണമുണ്ടായിരിക്കുകയും. അപ്പൊ അതിനകത്ത് 1 B എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ അയാൾക്ക് കുറ്റം ചെയ്തു. അതായത് B എന്ന് പറഞ്ഞാൽ 7 വർഷത്തിൽ താഴെ കുറ്റം ചെയ്ത വ്യക്തിയാണേ. 7 വർഷത്തിൽ താഴെ കുറ്റം ചെയ്ത വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാലാണ് അതിന്റെ ഉത്തരം പറയുന്നത്. എന്തുകൊണ്ടാണ്? 1, പരാതിയുടെയോ വിവരത്തിന്റെയോ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള ആൾ കുറ്റം ചെയ്തെന്ന് വിശ്വസിക്കാൻ പോലീസ് ഓഫീസർക്ക് മതിയായ കാരണമുണ്ടെങ്കിൽ. അതാണ് B. ഓക്കെ, ബിയിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ്. 7 വർഷം, അത് ഇവിടെ കാണിച്ചിട്ടില്ല എന്നാണ് നോക്കണം. 7 കാണിച്ചോണം, 7 ശ്രദ്ധിച്ചോണം. അപ്പൊ 7 വർഷത്തിൽ കുറവ് ശിക്ഷ കിട്ടിയവനെയും നമുക്ക് അറസ്റ്റ് ചെയ്യാം. എപ്പോൾ? പരാതിയുടെയും വിവരത്തിന്റെയും. നിങ്ങൾ ഇങ്ങനെ 1, 2 സബ്സെക്ഷൻ ഒന്നും പേടിക്കണ്ട. ഈ സെന്റൻസ് മാത്രം മനസ്സിലാക്കി വെച്ചേക്കുക. കാരണം ഇത് വെച്ച് സ്റ്റേറ്റ്മെന്റ് ആയിട്ടേ ചോദിക്കുള്ളൂ. ഓക്കെ, അല്ലാതെ നിങ്ങൾ ഇത് ഭയപ്പെടണ്ട. 1 എങ്ങനെ, B എങ്ങനെ, C അതൊന്നും നോക്കണ്ട. പരാതിയുടെയും വിവരത്തിന്റെയും സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള ആൾ കുറ്റം ചെയ്തെന്ന് വിശ്വസിക്കാൻ പോലീസ് ഓഫീസർക്ക് കാരണമുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാം. ഇനി പോലീസ് ഓഫീസർക്ക് എന്തെങ്കിലും കൂടുതൽ കുറ്റം ചെയ്യുന്നതിൽ നിന്ന് അങ്ങനെയുള്ള ആളെ തടയുന്നതിനോ, പോലീസ് ഓഫീസർക്ക് അതിൽ കണ്ടോ ഈ 2ാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു. എന്നാലും നമ്മൾ അയാളെ അറസ്റ്റ് ചെയ്യുന്നു. 7 വർഷത്തിൽ താഴെയുള്ള ആളിനെ. ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അയാൾ ചെയ്തത് നമുക്ക് ഉറപ്പുണ്ട്. 2ാമത്തെ കണ്ടീഷനിൽ അയാൾ ചെയ്തത് ചെറിയ സംശയമുണ്ട്, പക്ഷേ അയാളെ പുറത്തു വിട്ടാൽ ഇയാൾ കൂടുതൽ കുറ്റം എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്. B, കുറ്റത്തിന്റെ ശരിയായ അന്വേഷണത്തിന്. അപ്പൊ കുറ്റം ഇനിയും അയാൾ ചെയ്യാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ ശരിയായ അന്വേഷണത്തിന്. 3, ഇയാളെ പുറത്തു വിട്ടാൽ എന്ത് നശിപ്പിക്കും? കുറ്റത്തിന്റെ തെളിവ് മറയ്ക്കാൻ സാധിക്കും. അതുകൊണ്ട് അയാളെ പുറത്തു വിടില്ല. D, കേസിന്റെ വസ്തുതകളുമായി ബന്ധപ്പെട്ട വ്യക്തിയോട് എന്ത് ചെയ്യാം? പ്രലോഭനമോ ഭീഷണിയോ ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ അയാളെ പുറത്തു വിടരുത്.
അടുത്ത ഇ, അങ്ങനെയുള്ള ആൾ അറസ്റ്റ് ചെയ്യപ്പെടാത്ത പക്ഷം അയാൾ കോടതിയിൽ അയാളുടെ അസാന്നിധ്യം ഉറപ്പുവരുത്താനാവാതിരിക്കുക. അതായത് ഇവനെ നമ്മൾ പിന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് ഇവൻ ഒളിച്ചോടി പോകാൻ സാധ്യതയുണ്ട്. കാരണം കോടതിയിൽ നമുക്ക് എത്തിക്കാൻ ഉറപ്പുവരുത്താൻ പറ്റില്ല ഇവനെ പുറത്തു വിട്ടാൽ. അതുകൊണ്ടാണ് 7 വർഷത്തിൽ താഴെയുള്ള ഒരു വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അറസ്റ്റ് ചെയ്യുന്നത്. ഇനി അതിനകത്ത് സി ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഏത് സി ആണ് ഇതെന്ന് കണ്ട് കൺഫ്യൂഷൻ ആകരുത്. ഓക്കെ, ഈ 35-ലെ 1-നകത്ത് എ നമ്മൾ പഠിച്ചു, അതിനകത്ത് ബി ആണ് പഠിച്ചത്. ബിന്റെ സബ്സെക്ഷൻസ് ആണ് നമ്മൾ വീണ്ടും ഇത്രയും നേരം പഠിച്ചത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് എ ബി കഴിഞ്ഞാൽ അത് സി ആണ്. അപ്പൊ നമ്മൾ ബി പറഞ്ഞത് 7 വർഷത്തിൽ താഴെയുള്ള വ്യക്തിയെ അറസ്റ്റ് ചെയ്യാം എന്തൊക്കെ കണ്ടീഷൻ പാലിച്ചു അവിടെ പറഞ്ഞു. ഇനി പറഞ്ഞത് അറസ്റ്റ് ആവശ്യമാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥന് ബോധ്യപ്പെടുകയും അങ്ങനെയുള്ള അറസ്റ്റ് നടത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ അയാളുടെ കാരണങ്ങൾ ലിഖിതമായി റെക്കോർഡ് ചെയ്യുക. ആരെയാണ് ഈ അറസ്റ്റ് ചെയ്യുന്നത്? 7 വർഷത്തിൽ കുറഞ്ഞതോ 7 വർഷത്തോളമാകുന്ന ഒരു കാലത്തേക്ക്, അതായത് അവിടെ പറയുന്ന കാര്യം അതാണ്. അതായത് 7 വർഷം, ഈ സീൽ പറഞ്ഞ നേരത്തിൽ പറഞ്ഞാൽ 7 വർഷത്തിൽ കൂടുതലാണ് കേട്ടോ. 7 വർഷത്തിൽ കുറഞ്ഞതല്ല, 7 വർഷത്തിൽ കൂടിയതോ 7 വർഷത്തിനകത്ത് എബോ കൂടിയത്, കുറഞ്ഞത് നേരത്തെ പറഞ്ഞതാണ്. ഇവിടെ 7 വർഷത്തിൽ കൂടിയ കുറ്റമാണെങ്കിൽ സീൽ അയാളെ അറസ്റ്റ് ചെയ്യാൻ നമുക്ക് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞത് 35-ലെ 1-നകത്ത് മനസ്സിലാക്കുക, സംശയം വരരുത്. എ പറഞ്ഞു, ബി ആണ് 7 വർഷത്തിൽ കുറവ്. ഇവിടെ സാന്നിധ്യത്തിൽ ഒരു കുറ്റം ചെയ്താൽ, സി എന്ന് പറഞ്ഞാൽ 7 വർഷത്തിൽ കൂടുതൽ കുറ്റം ചെയ്താൽ അയാളെ കണ്ണും പൂട്ടി അറസ്റ്റ് ചെയ്യാം. ഡി ആണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഡി എന്താണ്? ഡി, ഈ സംഹിതയുടെ കീഴിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഉത്തരവ് വഴിയോ കുറ്റക്കാരെന്ന് വിളംബരം ചെയ്യപ്പെട്ട വ്യക്തി. അപ്പൊ ഡി നമ്മൾ പറഞ്ഞ എന്താ? ഡി നമ്മൾ ഇവിടെ പറയുന്നത് എന്താ? കുറ്റക്കാരെന്ന് വിളംബരം, പ്രൊക്ലെയിംഡ് ഒഫൻഡർ. ഗവൺമെന്റ് നോട്ട് വിട്ടിരിക്കുന്നവനെ എവിടെ കണ്ടാലും എന്ത് ചെയ്യാം? പിടിക്കാം. അടുത്ത ഇ എന്ന് പറയുന്നത് തന്റെ കൈവശത്തിൽ കളവ് മുതലാണെന്ന് ന്യായമായി സംശയിക്കപ്പെടുന്ന ഏതെങ്കിലും സാധനം ഉണ്ടെങ്കിൽ, അയാളുടെ കയ്യില് കളവ് മുതലാണെന്ന് സംശയിക്കപ്പെടാവുന്ന ഏതെങ്കിലും സാധനം കയ്യിലുണ്ടെങ്കിലും അവനെ എന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. അടുത്തത്, ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അയാളുടെ കർത്തവ്യ നിർവഹണത്തിൽ തടസ്സപ്പെടുത്തുന്നവനെ എവിടെ വെച്ച് കണ്ടാലും എന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്യാം. പോലീസ് ചെയ്യുന്ന ഡ്യൂട്ടിക്ക് തടസ്സം നിൽക്കുന്നവനെയും അറസ്റ്റ് ചെയ്യാം. അടുത്തത്, ഇന്ത്യൻ യൂണിയന്റെ ഏതെങ്കിലും സായുധ സേനയിൽ നിന്ന് ഒളിച്ചോടിയ വ്യക്തി. ഇതിന് ഡെസേർട്ടർ എന്ന പേര് പറയും കേട്ടോ. ഡെസേർട്ടർ, ഇന്ത്യൻ യൂണിയന്റെ ഏതെങ്കിലും സായുധ സേനയിൽ നിന്ന് ഒളിച്ചോടിയ വ്യക്തിയും എവിടെ വെച്ച് കണ്ടാലും എന്ത് ചെയ്യാം? പിടിക്കാം, അറസ്റ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോലീസിന് വാറണ്ടൊന്നും വേണ്ട. അടുത്ത്, ഇന്ത്യയിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറ്റമായി ശിക്ഷിക്കപ്പെടുമായിരുന്നതും കുറ്റവാളികളുടെ പ്രത്യർപ്പണം സംബന്ധിച്ച് ഏതെങ്കിലും നിയമത്തിന് കീഴിലോ മറ്റു വിധത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയെ വെച്ച് പിടിക്കപ്പെടുവാനോ കസ്റ്റഡിയിൽ തടഞ്ഞു വെക്കപ്പെടാനോ തന്നെ സാധ്യമാകുന്ന നിർത്തുന്നു. അതായത് ഇന്ത്യയിൽ വെച്ച് ചെയ്താൽ അത് കുറ്റമാണ്. അങ്ങനെയുള്ള വ്യക്തി മറ്റൊരു രാജ്യത്ത് വെച്ച് കുറ്റം ചെയ്തിട്ട് ഇന്ത്യയിലേക്ക് വന്നാലും അയാളെയും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്നാണ് ഹെച്ചിൽ പറയുന്നത്. അടുത്തത്, ഇന്ത്യക്ക് വെളിയിൽ വെച്ച് ഏതെങ്കിലും സ്ഥലത്ത് ചെയ്തതുമായി ഏതെങ്കിലും കൃത്യത്തിൽ ബന്ധപ്പെട്ട്, ഇതെല്ലാം ഇതിനകത്ത് തന്നെ പറയുന്നത്. അടുത്തത് ഐ എന്ന് പറഞ്ഞാൽ മോചിപ്പിക്കപ്പെട്ട കുറ്റസ്ഥാപനം ചെയ്യപ്പെട്ടവനായിരിക്കെ, അതായത് റിലീസ്ഡ് കൺവിക്ട് എന്ന് പറയും. റിലീസ് ചെയ്ത കുറ്റവാളി, റിലീസ്ഡ് കൺവിക്ട്, റിലീസ് ചെയ്ത കുറ്റവാളി. അതായത് നമ്മൾ പോലീസ് പറയുന്ന നിബന്ധനകൾ അനുസരിച്ചില്ല എങ്കിൽ അയാളെ എന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്യാമെന്നാണ് ഐയിൽ പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, ജെ കൂടെ ഉണ്ട് കേട്ടോ. ജെ കൂടെ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ജെ എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ഫ്രം അതർ പോലീസ് ഓഫീസേഴ്സ്. അതായത് നമുക്കിപ്പോ നമ്മുടെ കയ്യിൽ വാറണ്ട് ഒന്നുമില്ല, കേരളത്തിലിരിക്കുന്ന ഒരു പോലീസാണ് അല്ലെ, ഓഫീസേഴ്സ്. കേരളത്തിലെ ഒരു സ്റ്റേഷനിലേക്ക് ഒരു വിളി വരികയാണ് തമിഴ്നാട് പോലീസിൽ നിന്നും. അതായത് ഇന്ന ഒരു കുറ്റവാളി അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇയാളെ അറസ്റ്റ് ചെയ്ത് തരണം, ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞൊരു റിക്വസ്റ്റ് വരികയാണെങ്കിൽ അയാളെ എന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്ത് കൊടുക്കാം. അവിടെ വാറണ്ട് വേണ്ട. ഇതാണ് 35-ലെ 1-നകത്തെ ABCDEFGHIJ വരെ പഠിച്ചു. ഇപ്പൊ 1 മാത്രമേ കംപ്ലീറ്റ് ആയുള്ളൂ. ഓക്കെ, അതിനകത്ത് ബിക്കകത്ത് നമ്മൾ വീണ്ടും കുറെ സബ്സെക്ഷൻ പഠിച്ചു. ഒന്നുകൂടെ വേണമെങ്കിൽ കണ്ടുകൊള്ളുക. അത് കഴിഞ്ഞ് നമ്മൾ 35-ലെ 2-ലോട്ട് പോകുന്നു. അവിടെ വീണ്ടും പറയുന്നു, വകുപ്പ് 39-ലെ വ്യവസ്ഥകൾക്ക് വിധേയമായി എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഈ വകുപ്പ് 39-ലെ വ്യവസ്ഥകൾക്ക് വിധേയമായി, 39-ലെ വ്യവസ്ഥകൾക്ക് വിധേയമായി പറഞ്ഞാൽ നമ്മൾ ആദ്യം 39-ാമത്തെ സെക്ഷൻ പഠിക്കണം. എന്താണ് 39-ാമത്തെ സെക്ഷൻ എന്ന് ചോദിച്ചാൽ അവിടെ ആദ്യം നിങ്ങൾ അറിയുക, നമുക്കൊരു നോൺ കോഗ്നൈസബിൾ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക, നോൺ കോഗ്നൈസബിൾ കുറ്റം ചെയ്ത വ്യക്തിയെ പോലീസിന് ഒരിക്കലും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ പറ്റില്ല എന്ന് വിചാരിച്ചു. ഉദാഹരണം, പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു, അയാളെ പരിശോധിച്ചപ്പോഴാണ് അറിയുന്നത് അയാൾ എന്ത് കുറ്റമാണ് ചെയ്തിരിക്കുന്നത്? നോൺ കോഗ്നൈസബിൾ. അപ്പൊ തീർച്ചയായിട്ടും ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, പുറത്തുവിടേണ്ടി വരും. ആ പുറത്തുവിടാൻ പോകുന്നതിന് മുമ്പ് പോലീസ് അയാളുടെ പേര്, അഡ്രസ്, ഡീറ്റെയിൽസ് ഇത് ചോദിക്കുന്നു.
ഇത് ചോദിക്കുമ്പോൾ അയാൾ അത് പറയാൻ വിസമ്മതിച്ചാൽ നോൺ കോഗ്നൈസബിൾ ചെയ്ത വ്യക്തിയും പോലീസിന് എന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്യാം. വാറണ്ട് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാം. അതാണ് 39 വ്യവസ്ഥകൾക്ക് വിധേയമായി. പക്ഷേ ഇവിടെ പറയുന്നുണ്ടോ, നോൺ കോഗ്നൈസബിൾ കുറ്റവുമായി ബന്ധപ്പെടുകയോ അങ്ങനെ ബന്ധപ്പെട്ടിട്ടുള്ള വിവരം ലഭിക്കുകയോ ന്യായമായ സംശയം നിലനിൽക്കുകയോ ചെയ്യുന്ന ഏതൊരാളെയും മജിസ്ട്രേറ്റിന്റെ വാറണ്ടോ ഉത്തരവോ ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ശരിയല്ലേ? ഇത്രയും ശരിയാണ്. നോൺ കോഗ്നൈസബിൾ ചെയ്ത വ്യക്തിയെ ഒരിക്കലും അറസ്റ്റ് ചെയ്യാൻ പാടില്ല, അല്ലെ? മജിസ്ട്രേറ്റിന്റെ ഉത്തരവില്ലാതെ. പക്ഷേ 39 വ്യവസ്ഥകൾക്ക് വിധേയമായി എന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്യാണ്. 39 വ്യവസ്ഥകൾ ഇയാൾ പാലിച്ചില്ല എങ്കിൽ മാത്രം, പേരോ അഡ്രസ്സോ കിട്ടിയില്ലെങ്കിൽ മാത്രം ഇവനെ അറസ്റ്റ് ചെയ്യാം. അതും 35(2) പറയുന്നു. 35(3) എന്ന് പറയുന്നത്, ഒരാൾ ഒരു കോഗ്നൈസബിൾ കുറ്റം ചെയ്തതായി ന്യായമായ സംശയം നിലനിൽക്കുകയും അപ്പോൾ ഒരാൾ ഒരു കോഗ്നൈസബിൾ കുറ്റം ചെയ്തു എന്ന് ന്യായമായ സംശയം നിലനിൽക്കുകയാണ്, എന്നാൽ അയാളെ അറസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമില്ല എങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാനുള്ള നോട്ടീസ് അയാൾക്ക് നൽകാം. അപ്പൊ ഒരാൾക്കെതിരെ ഒരു പരാതി ലഭിച്ചു. ആ പരാതി ലഭിച്ചതിന് ശേഷം നമുക്ക് തോന്നുന്നു അയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാലും അയാളെ ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അയാൾക്ക് കോടതിയിൽ ഹാജരാകാനായി എന്ത് കൊടുക്കാം? ഒരു നോട്ടീസ് അയച്ചു കൊടുക്കാം. എന്തിനാണ്? അയാൾ അറസ്റ്റ് ചെയ്യുന്നില്ല, പക്ഷെ അയാൾ കോടതി വരെ, പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വരണം എന്ന് പറയാൻ. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത്, ഏതെങ്കിലും വ്യക്തിക്ക് അപ്രകാരമുള്ള നോട്ടീസ് ലഭിച്ചാൽ ആ നോട്ടീസിലെ നിബന്ധനകൾ പാലിക്കാൻ ആ വ്യക്തി ബാധ്യസ്ഥനുമാണ്. അപ്പൊ ഏതെങ്കിലും വ്യക്തിക്ക് അപ്രകാരമുള്ള നോട്ടീസ് ലഭിച്ചാൽ ആ നോട്ടീസിലെ നിബന്ധനകൾ പാലിക്കാൻ ആ വ്യക്തി ബാധ്യസ്ഥനാണ് എന്നുകൂടെ അറിയുക. അതുപോലെ പറഞ്ഞു 35(5) പറഞ്ഞു എന്താണ്? ഒരു വ്യക്തി നോട്ടീസ് അനുസരിക്കുകയും, അപ്പോൾ ഒരാൾ ആ നോട്ടീസ് കൊണ്ട് പിറ്റേന്ന് സ്റ്റേഷനിൽ വരികയാണ്. ഒരു വ്യക്തി നോട്ടീസ് അനുസരിക്കുകയും അയാൾക്കെതിരെ തെളിവുകളൊന്നും ഇല്ല എങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഒരാൾ നോട്ടീസ് അനുസരിക്കുകയും ചെയ്തു, അയാൾക്കെതിരെ തെളിവുകളൊന്നും ഇല്ലയും താനും എങ്കിൽ അയാൾ എന്ത് ചെയ്യാൻ പാടില്ല? അറസ്റ്റ് ചെയ്യാൻ പാടില്ല. പക്ഷേ നോട്ടീസ് നൽകപ്പെട്ട വ്യക്തി നോട്ടീസ് അനുസരിക്കുകയും എന്നാൽ അയാളെ അറസ്റ്റ് ചെയ്തേ മതിയാകൂ എന്ന് പോലീസ് ഉദ്യോഗസ്ഥന് അഭിപ്രായമുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്യാം. അപ്പൊ നോട്ടീസ് അനുസരിക്കുകയും അയാളെ അറസ്റ്റ് ചെയ്തേ മതിയാകൂ എന്ന് പോലീസ് ഉദ്യോഗസ്ഥന് തോന്നുകയാണെങ്കിൽ മാത്രം അയാൾ എന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്യാം എന്ന് പറയുന്നു. ഇനി 35(6) നോട്ടീസ് നൽകപ്പെട്ട വ്യക്തി സ്റ്റേഷനിലെ നിബന്ധനകൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുകയോ, അപ്പൊ ഈ നോട്ടീസ് ലഭിച്ച വ്യക്തി എന്ത് ചെയ്തില്ല? ഇതിൽ വീഴ്ച വരുത്തിയാൽ, അതായത് നോട്ടീസ് പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ തന്റെ തിരിച്ചറിയൽ വിവരങ്ങൾ നൽകാതിരിക്കുകയോ ചെയ്യുന്ന പക്ഷം പോലീസിന് അയാളെ എന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്യാം. അപ്പൊ നോട്ടീസ് കൊണ്ട് സ്റ്റേഷനിൽ വരാതിരിക്കുകയോ തന്റെ ഐഡന്റിറ്റി പറയാതിരിക്കുകയോ ചെയ്താൽ അയാളെ എന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്യാം, കുറ്റം ചെയ്താലും ചെയ്തില്ലെങ്കിലും. ലാസ്റ്റ് പോയിന്റ് BNSS സെക്ഷൻ 37 പ്രകാരം ഡിവൈഎസ്പി റാങ്കിലോ അതിന് മുകളിലോ ഉള്ള പോലീസ് മേധാവിയുടെ മുൻകൂർ അനുമതി വാങ്ങാതെ, അപ്പോൾ ഡിവൈഎസ്പി റാങ്കിലോ അതിന് മുകളിലുള്ള പോലീസ് മേധാവിയുടെ മുൻകൂർ അനുമതി വാങ്ങാതെ 3 വർഷത്തിൽ താഴെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചെയ്ത രോഗബാധിതനായ വ്യക്തിയെയോ അല്ലെങ്കിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തിയോ എന്ത് ചെയ്യാൻ പാടില്ല? അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ 35 ലാസ്റ്റ് സെക്ഷൻ പറയുന്നത് എന്താണ്? ഡിവൈഎസ്പി റാങ്കിലോ അതിന് മുകളിലുള്ള പോലീസ് മേധാവിയുടെ മുൻകൂർ അനുമതി ഇല്ലാതെ 3 വർഷത്തിൽ താഴെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചെയ്ത രോഗബാധിതനായ വ്യക്തിയോ അല്ലെങ്കിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തിയോ അറസ്റ്റ് ചെയ്യാൻ പാടില്ല ഡിവൈഎസ്പി. ഓക്കെ, അടുത്ത സെക്ഷൻ 36. അപ്പൊ 35ാമത്തെ സെക്ഷൻ നമ്മൾ നന്നായിട്ട് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് 36ാമത്തെ സെക്ഷനാണ്. എന്താണ് 36 നോക്കാം. BNSS പ്രകാരം അറസ്റ്റ് നടത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ പാലിക്കേണ്ട കാര്യങ്ങളാണ്. BNSS പ്രകാരം അറസ്റ്റ് നടത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ പാലിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നോക്കാം എന്തൊക്കെയാണെന്ന് അവിടെ നമുക്ക് നോക്കിയിട്ട് വരാം. എളുപ്പമാണ്. ഒന്ന്, ഫസ്റ്റ് BNSS 36 അനായാസം തിരിച്ചറിയും വിധം കൃത്യമായി കാണാൻ സാധിക്കുന്ന ഒരു നെയിം പ്ലേറ്റ് ധരിച്ചിരിക്കേണ്ടതാണ്. അപ്പൊ അനായാസം തിരിച്ചറിയും വിധം കൃത്യമായി കാണാൻ സാധിക്കുന്ന ഒരു നെയിം പ്ലേറ്റ് ധരിക്കണം. അപ്പൊ അറസ്റ്റ് ചെയ്യാൻ വരുന്ന ഉദ്യോഗസ്ഥൻ എന്ത് ധരിച്ചിരിക്കണം? യൂണിഫോമിൽ ഒരു നെയിം പ്ലേറ്റ് ധരിച്ചിരിക്കണം, അത് കാണാൻ സാധിക്കണം. ഇനി ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു അറസ്റ്റ് മെമ്മോറാണ്ടം തയ്യാറാക്കണം. അപ്പൊ അത് സ്റ്റേഷനിൽ നിന്ന് വരുമ്പോൾ തന്നെ ഇയാളുമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന ഒരു മെമ്മോറാണ്ടം, ഒരു ഫോം ഉണ്ട്, അറസ്റ്റ് മെമ്മോറാണ്ടം തയ്യാറാക്കണം. ഇനി അതിനകത്ത് സബ്സെക്ഷൻ വീണ്ടും പറയുന്നു, പ്രസ്തുത മെമ്മോറാണ്ടം അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിലെ അംഗമോ അല്ലെങ്കിൽ അറസ്റ്റ് നടത്തിയ പ്രദേശത്തെ ബഹുമാന്യ ഒരു വ്യക്തിയോ സാക്ഷ്യപ്പെടുത്തേണ്ടതാണ്. അപ്പൊ ഇയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇയാളുടെ വീട്ടുകാരത് അറിയണം, അല്ലെങ്കിൽ സ്ഥലത്തുള്ള ബഹുമാന്യനായ ഏതെങ്കിലും ഒരു വ്യക്തി ഒപ്പിട്ടിരിക്കണം എന്നാണ് അവിടെ പറയുന്നത്. കാരണം ഇയാൾ അറസ്റ്റ് ചെയ്യുന്ന സാക്ഷിയാണ്.
മെമ്മോറാണ്ടം അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ കൊണ്ടും ഒപ്പിടിക്കേണ്ടതാണ്. അപ്പൊ മെമ്മോറാണ്ടം എന്ത് ചെയ്യണം? ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ കൊണ്ട് എന്ത് ചെയ്യണം? ഒപ്പിട്ടിരിക്കേണ്ടതാണ്. അയാളെ കൊണ്ട് ഒപ്പിടിക്കണം. ആ മെമ്മോറാണ്ടം സാക്ഷ്യപ്പെടുത്തുന്നത് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിലെ ഒരു അംഗമല്ല എങ്കിൽ, ഇനി ആ മെമ്മോറാണ്ടം ഒപ്പിടുന്നത് സാക്ഷ്യപ്പെടുത്തുന്നത് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിലെ ഒരു അംഗമല്ല എങ്കിൽ തന്റെ അറസ്റ്റിനെ പറ്റി അയാൾ നിർദ്ദേശിക്കുന്ന ഒരു ബന്ധുവിനെയോ ഒരു സുഹൃത്തിനെയോ അറിയിക്കുന്നതിന് അയാൾക്ക് അവകാശമുണ്ടെന്ന് ആ വ്യക്തി അറസ്റ്റ് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ അറിയിക്കണം. അപ്പൊ ആ മെമ്മോറാണ്ടം സാക്ഷ്യപ്പെടുത്തുന്ന അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിലെ ഒരു അംഗമല്ല എങ്കിൽ തന്റെ അറസ്റ്റിനെ പറ്റി അയാളുടെ വീട്ടുകാർക്ക് അറിയണം എന്നുള്ള കാര്യം അറിയിക്കാനുള്ള ബാധ്യത പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. അതാണ് 36. അപ്പൊ 35ാം സെക്ഷൻ എങ്ങനെ അറസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എപ്പോഴൊക്കെ പോലീസിന് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്നാണ് 35ൽ പറഞ്ഞത്. അപ്പൊ 36ൽ പറഞ്ഞ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 36ൽ പറഞ്ഞത് നമുക്ക് അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസുകാരൻ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ ആണ് നമ്മൾ പറഞ്ഞത്. ഒന്നറിയാമല്ലോ, ID കാർഡ്, നമ്മുടെ നെയിം പ്ലേറ്റ് ഉണ്ടായിരിക്കണം, അറസ്റ്റ് മെമ്മോറാണ്ടം വേണം, സാക്ഷി ഒപ്പിടണം, ആ കുറ്റവാളി ഒപ്പിടണം, പിന്നെ ബന്ധുക്കളെ അറിയിക്കാനുള്ള അവകാശം അവനുണ്ടെന്ന് പറയുകയും വേണം. ഓക്കെ. അടുത്തത് 37. നിയുക്തനായ പോലീസ് ഉദ്യോഗസ്ഥൻ. ഇതാണ് നിയുക്തനായ പോലീസ് ഉദ്യോഗസ്ഥൻ. നോക്കാം. ഓരോ ജില്ലയിലും സംസ്ഥാനത്തിലും ഒരു പോലീസ് കൺട്രോൾ റൂം ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോ 37ാമത്തെ സെക്ഷൻ പറയുന്നത് ഓരോ ജില്ലയിലും സംസ്ഥാനത്തിലും ഒരു പോലീസ് കൺട്രോൾ റൂം സ്ഥാപിക്കേണ്ടതാണ്. ഓക്കെ അല്ലേ? ഒരു പോലീസ് കൺട്രോൾ റൂം സ്ഥാപിക്കേണ്ടതാണ്. ഇനി എന്താണ് അവിടുത്തെ ജോലി? എല്ലാ ജില്ലയിലും എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു പോലീസ് ഓഫീസറെ നിയോഗിക്കുകയും അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തികളുടെ പേരും വിലാസവും, ചാർജ് ചെയ്ത കുറ്റകൃത്യത്തിന്റെ സ്വഭാവം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ സൂക്ഷിക്കാൻ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതുമാണ്. അപ്പോ എല്ലാ ജില്ലയിലും എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു പോലീസ് ഓഫീസറെ നിയോഗിക്കുകയും അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തികളുടെ പേരും വിലാസവും, ചാർജ് ചെയ്ത കുറ്റകൃത്യത്തിന്റെ സ്വഭാവം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ സൂക്ഷിക്കാൻ ഉത്തരവാദിത്തമുണ്ട്. മേൽപ്പറഞ്ഞ വിവരങ്ങൾ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും ഡിജിറ്റൽ രീതിയിൽ ഉൾപ്പെടെ ഏത് രീതിയിലും പ്രമുഖമായി പ്രദർശിപ്പിക്കേണ്ടതാണ്. നിങ്ങൾക്കറിയാം, സ്റ്റേഷനുകളിലൊക്കെ ചില ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. ഇവനെ സൂക്ഷിക്കാൻ കുറെ പേരുടെ പ്രതികളുടെ, ക്രിമിനൽസിന്റെ ഒക്കെ ഫോട്ടോ. അത് ഈ പറയുന്ന അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു പോലീസ് ഓഫീസർ, അതായത് ASI ആയിരിക്കണം അതിലുള്ളതിൽ ഏറ്റവും, ആ പദവി വഹിക്കേണ്ട ഏറ്റവും കുറഞ്ഞ റാങ്ക്. അതിൽ താഴെ ഒരു ഉദ്യോഗസ്ഥൻ അതിൽ വരരുത്. ASI റാങ്കിൽ കുറഞ്ഞെന്ന് വെച്ചാൽ SCPO CPO എന്നും വരരുത്. ASIക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥർ വേണം അതിൽ വരാൻ എന്ന് ഓർമ്മിക്കുക. ഇനി സെക്ഷൻ 38 ആണ് ചോദ്യം ചെയ്യൽ സമയത്ത് താൻ തിരഞ്ഞെടുക്കുന്ന ഒരു വക്കീലിനെ കാണാനുള്ള അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ അവകാശം. ചോദ്യം ചെയ്യൽ സമയത്ത് താൻ തിരഞ്ഞെടുക്കുന്ന ഒരു വക്കീലിനെ കാണാനുള്ള അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ അവകാശം. ഇപ്പോ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് ഒരു അവകാശമുണ്ട്. എന്താണ്? താൻ തിരഞ്ഞെടുക്കുന്ന വക്കീലിനെ കാണാനുള്ള ഒരു അവകാശമുണ്ട്. അപ്പൊ നോക്കാം, പോലീസ് ഏതെങ്കിലും അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുമ്പോൾ ചോദ്യം ചെയ്യലിന്റെ മുഴുവൻ സമയത്തല്ലെങ്കിലും അയാൾക്ക് താൻ തിരഞ്ഞെടുക്കുന്ന വക്കീലിനെ കാണാൻ അവകാശം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ പോലീസ് ഏതെങ്കിലും ആളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുമ്പോൾ ചോദ്യം ചെയ്യലിന്റെ മുഴുവൻ സമയത്തല്ലെങ്കിലും അയാൾക്ക് താൻ തിരഞ്ഞെടുക്കുന്ന വക്കീലിനെ കാണാൻ അവകാശം ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? അല്ലെ? അയാൾക്ക് താൻ തിരഞ്ഞെടുക്കുന്ന വക്കീലിനെ കാണാനുള്ള അവകാശം ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു പോയിന്റ് നോക്കി വെച്ചോളൂ. ഓക്കെ അല്ലേ? അപ്പൊ സെക്ഷൻ ഏതാണ്? 38. അതായത് അയാൾക്ക് തിരഞ്ഞെടുക്കുന്ന വക്കീലിനെ കാണാനുള്ള അവകാശം ഉണ്ട്. കാരണം അയാൾ ചിലപ്പോൾ നിരപരാധിയാണെങ്കിൽ അയാൾക്ക് രക്ഷപ്പെടാൻ ഇതിലൂടെ രക്ഷപ്പെട്ടൂടെ. അപ്പൊ 38ാമത്തെ സെക്ഷൻ മറക്കരുത്. താൻ തിരഞ്ഞെടുക്കുന്ന വക്കീലിനെ കാണാനുള്ള അവകാശം ഒരു വ്യക്തിക്ക് ഉണ്ട് എന്നാണ്. അടുത്തത് 39ാമത്തെ സെക്ഷൻ എന്നാണ് പേരും താമസ സ്ഥലവും നൽകാൻ വിസമ്മതിച്ചാലുള്ള അറസ്റ്റ്. ഇത് നമ്മൾ ഒരിക്കൽ പഠിച്ചു, ഓർമ്മയുണ്ടോ? 35ാമത്തെ സെക്ഷൻ പഠിച്ചപ്പോൾ 39ന് വിധേയമായി എന്നൊരു പോയിന്റ് പഠിച്ചപ്പോൾ ഞാനിത് പറഞ്ഞു എന്നായിരുന്നു, ഓർമ്മയുണ്ടോ? ഇപ്പൊ തന്നെ പഠിച്ചതേ ഉള്ളൂ. നമ്മൾ എന്താ പഠിച്ചത്? ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ നോൺ കോഗ്നൈസബിൾ കുറ്റം ചെയ്യുകയോ, ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്താൽ ഒരു നോൺ കോഗ്നൈസബിൾ കുറ്റം ചെയ്യുകയോ, കുറ്റം ചെയ്തതായി ആരോപിക്കപ്പെടുന്ന ഏതെങ്കിലും ആൾ തന്റെ പേരും വാസസ്ഥലവും പറഞ്ഞു കൊടുക്കാൻ വിസമ്മതിക്കുകയോ ചെയ്താലോ. അപ്പോ 39(1) എന്ന് പറഞ്ഞാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ നോൺ കോഗ്നൈസബിൾ കുറ്റം ചെയ്യുകയോ, കുറ്റം ചെയ്തതായി ആരോപിക്കപ്പെട്ട ഏതെങ്കിലും ആൾ തന്റെ പേരും വാസസ്ഥലവും പറയാൻ വിസമ്മതിക്കുകയോ ചെയ്ത, മനഃപൂർവ്വം പറയാതിരുന്നാൽ എന്ത് ചെയ്യും? നൽകുന്ന വിവരം തെറ്റാണെന്ന് ബോധ്യപ്പെടുകയും പോലീസിന് തോന്നുകയാണ് ഇവൻ നൽകുന്ന വിവരങ്ങളൊക്കെ തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാളുടെ പേരും മേൽവിലാസവും കണ്ടെത്തുന്നതിന് വേണ്ടി
പോലീസ് ഉദ്യോഗസ്ഥർക്ക് അയാളെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ അയാളെ പേരും ഡീറ്റെയിൽസും കണ്ടെത്താൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അയാളെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. 39(2) അത്തരം വ്യക്തിയുടെ യഥാർത്ഥ പേരും മേൽവിലാസവും അറിഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമെങ്കിൽ ഒരു മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കുന്നതിന് അയാളെ ബോണ്ടിന്മേലോ ജാമ്യത്തിന്മേലോ വിട്ടയക്കാം. അപ്പോ ഇനി ആ 24 മണിക്കൂറിനുള്ളിൽ ഇവന്റെ പേരും ഡീറ്റെയിൽസ് നമുക്ക് കിട്ടി. അപ്പൊ വലിയ കുഴപ്പമില്ല, ഇവൻ നാട്ടിലുള്ളവൻ തന്നെയാണ് നമുക്ക് അറിയാം എങ്കിൽ അവനെ ബോണ്ടിലോ ജാമ്യത്തിലോ വിട്ടയക്കാം. പക്ഷേ അറസ്റ്റ് ചെയ്യപ്പെട്ട സമയം മുതൽ 24 മണിക്കൂറിനുള്ളിൽ അത്തരം വ്യക്തിയുടെ യഥാർത്ഥ പേരും താമസസ്ഥലവും കണ്ടെത്താനായിട്ടില്ലെങ്കിലോ ബോണ്ടോ ജാമ്യാപേക്ഷയോ നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെടുകയോ ചെയ്താൽ അയാളെ ഉടനടി അധികാരപരിധിയുള്ള ഏറ്റവും അടുത്തുള്ള മജിസ്ട്രേറ്റിന്റെ അടുക്കൽ അയക്കണം. അതായത് 39(3) എന്ന് പറഞ്ഞാൽ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് പേരും ഡീറ്റെയിൽസും ഇല്ലല്ലോ. അപ്പൊ ഈ പേരും ഡീറ്റെയിൽസും അറിയില്ലല്ലോ. അറിയാതിരിക്കുമ്പോൾ എന്ത് ചെയ്യണം? അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ ഇയാളെ കിട്ടുകയാണെങ്കിൽ, അതായത് പേരും ഡീറ്റെയിൽസും കിട്ടുകയാണെങ്കിൽ എത്രയും വേഗം എന്ത് ചെയ്യണം? കിട്ടുകയാണെങ്കിൽ അയാളെ വിട്ടയക്കാം. കിട്ടിയില്ല എങ്കിൽ 24 മണിക്കൂർ കഴിഞ്ഞ് എന്ത് ചെയ്യണം? പരാജയപ്പെടുക അധികാരമുള്ള ഏറ്റവും അടുത്തുള്ള മജിസ്ട്രേറ്റിന്റെ അടുക്കൽ വിടണം. പുറത്ത് വിടരുത്. കാരണം 24 മണിക്കൂറിലെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. ഓക്കെ. അടുത്ത സെക്ഷൻ 40. സ്വകാര്യ വ്യക്തിയാലുള്ള അറസ്റ്റ്. എങ്ങനെയാണ് സ്വകാര്യ വ്യക്തി എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് പേഴ്സൺ ആണ്. സ്വകാര്യ വ്യക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രൈവറ്റ് പേഴ്സൺ ആണ്. ഒരു പ്രൈവറ്റ് പേഴ്സൺ ആണെന്നുള്ള കാര്യം അറിയുക. ഓക്കെ, നോക്കാം. ജാമ്യം അനുവദിക്കേണ്ടതല്ലാത്തതും, അതിന്റെ അർത്ഥം ജാമ്യം അനുവദിക്കേണ്ടത് നോൺ ബെയിലബിൾ അല്ല കൊഗ്നൈസബിൾ. ജാമ്യം അനുവദിക്കേണ്ടതല്ലാത്തതും ഒരു കൊഗ്നൈസബിളും ആയ ഒരു കുറ്റം തന്റെ സാന്നിധ്യത്തിൽ ചെയ്യുന്ന വ്യക്തിയെയോ കുറ്റവാളി എന്ന് മുദ്ര കുത്തപ്പെട്ട വ്യക്തിയോ ഒരു സ്വകാര്യ വ്യക്തിക്ക് അറസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ജാമ്യം അനുവദിക്കേണ്ടതല്ലാത്തതോ കൊഗ്നൈസബിളും ആയ ഒരു കുറ്റം തന്റെ സാന്നിധ്യത്തിൽ ചെയ്യുന്ന വ്യക്തിയെയോ കുറ്റവാളി എന്ന് മുദ്ര കുത്തപ്പെട്ട വ്യക്തിയോ ഒരു സ്വകാര്യ വ്യക്തിക്ക് അറസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി CRPC പ്രകാരം അനാവശ്യ കാലതാമസം ഉണ്ടാക്കാതെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് എത്രയും വേഗം അയാളെ എത്തിക്കണം. ഇനി CRPC പ്രകാരമായിരുന്നുവെങ്കിൽ അനാവശ്യ കാലതാമസം കൂടാതെ ഉള്ളൂ. പക്ഷെ BNSS വരുമ്പോൾ അനാവശ്യ കാലതാമസം കൂടാതെ എന്നാൽ 6 മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ എത്തിക്കണം എന്നാണ്. അപ്പോ ഈ സ്വകാര്യ വ്യക്തിക്ക് അയാളുടെ കൺമുന്നിൽ ഒരു കുറ്റം നടക്കുന്നത് കണ്ടാൽ, നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കൺമുന്നിൽ ഒരു കുറ്റകൃത്യം നടക്കുന്നത് കണ്ടാൽ നമുക്ക് അയാളെ പോയി അറസ്റ്റ് ചെയ്യാം. പക്ഷെ പിടിച്ചു കഴിഞ്ഞാൽ എത്രയും വേഗം കൊടുക്കണമെന്നാണ് ഇപ്പൊ 6 മണിക്കൂർ ആക്കിയിട്ടുണ്ട്. 6 മണിക്കൂറിനുള്ളിൽ എത്തിച്ചിരിക്കണം. അപ്പൊ സ്വകാര്യ വ്യക്തിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി BNSS, ഇനി ഇത് വേണ്ട, CRPC വേണ്ട, ഇനി എന്താണ്? BNSS 35(1) പ്രകാരമുള്ള കുറ്റമാണ് ചെയ്തതെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന് ഈ വ്യക്തിയെ വീണ്ടും അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമുണ്ട്. അപ്പൊ 35(1) എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞത്? അത് കൊഗ്നൈസബിൾ കുറ്റമാണ്. വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാവുന്ന ഒരു കുറ്റമാണെങ്കിൽ പോലീസിന് വീണ്ടും അയാളെ, സ്വകാര്യ വ്യക്തി ഒരിക്കൽ അറസ്റ്റ് ചെയ്യുന്നു, പോലീസ് അയാളെ വീണ്ടും അറസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ആ വ്യക്തി കൊഗ്നൈസബിൾ, സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിക്കണം, കൊഗ്നൈസബിൾ എന്നാണ്. കൊഗ്നൈസബിൾ അല്ലാത്ത ഒരു കുറ്റം ചെയ്തിട്ടുള്ളതായി സംശയിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്ന പക്ഷം തിരിച്ചറിയൽ രേഖ ഹാജരാക്കാൻ വിസമ്മതിക്കുകയും ചെയ്താൽ അയാൾ അറസ്റ്റ് ചെയ്യും. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഓക്കെ, ഇയാൾ കൊഗ്നൈസബിൾ അല്ലാത്തൊരു കുറ്റം ചെയ്തു, അതായത് നോൺ കൊഗ്നൈസബിൾ കുറ്റം ചെയ്തു. പക്ഷേ ഇവൻ പോലീസ് ചോദിക്കുമ്പോൾ ഡീറ്റെയിൽസ് കൊടുത്തില്ല, എന്നെ വീണ്ടും അറസ്റ്റ് ചെയ്യാം. എന്നാൽ ഈ വ്യക്തി ഏതെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ മതിയായ കാരണമില്ല എങ്കിൽ അയാളെ ഉടൻ വിട്ടയക്കണം. അതൊരു പ്രൈവറ്റ് വ്യക്തി അല്ലെ, ഒരു പ്രൈവറ്റ് പേഴ്സൺ ആണ് അയാളെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അയാൾക്ക് അറിയില്ല ഇയാൾ കുറ്റം ചെയ്തോ ഇല്ലെന്നൊന്നും. പക്ഷേ അയാൾ തോന്നി ഇയാൾ കുറ്റക്കാരനാണെന്ന് തോന്നി പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വന്നു. പോലീസുകാരൻ അത് പരിശോധിക്കേണ്ടത് അയാൾ കുറ്റം ചെയ്തോ ഇല്ല എന്നുള്ളത്. പരിശോധിക്കുമ്പോൾ കുറ്റക്കാരനല്ല എന്ന് തോന്നുമെങ്കിൽ അയാളെ എന്ത് ചെയ്യണം? വിട്ടയക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ മോഡ്യൂളിൽ പഠിച്ചത്. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ 2 മോഡ്യൂളായിട്ട് പഠിച്ചു ഇന്ന്. അല്ലെ, BNSS വളരെ എളുപ്പമാണ്. ഞാൻ കുറച്ച് മുമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, കാരണം ഈ പോർഷൻ അത്രയും വാസ്റ്റ് ആണ്. കൂടെ ഓടി വരിക, ഡൗട്ടൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാം, ധൈര്യമായിട്ടിരിക്കുക. കാര്യം ഞാൻ നന്നായിട്ട് മനസ്സിലാക്കി പറഞ്ഞു തരുള്ളൂ. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഭാഗവും നമ്മൾ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും അടുത്ത ഭാഗവുമായി ഉടൻ കാണാം. ഓക്കെ അല്ലേ? ബൈ.